Hi all, welcome to my channel. So, we will study NB domino logic. Already in the previous class, dynamic logic, domino logic. Now, we will study NB domino logic. So, NB domino logic means dynamic logic. Dynamic logic നമ്മൾ പറഞ്ഞല്ലോ കാസ്കേഡിംഗ് ഇഷ്യൂ ഉണ്ട് അതിനെ ഓവർകം ചെയ്യാനാണ് ഡൊമിനോ ലോജിക്. അതുപോലെ തന്നെ വേറൊരു ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ഒരു അപ്രോച്ച് ആണത് NB CMOS അല്ലെങ്കിൽ NB ഡൊമിനോ ലോജിക്. ഇവിടെ നമ്മൾ രണ്ട് സെക്ഷൻസ് യൂസ് ചെയ്യുന്നുണ്ട്, N ട്രീ ആൻഡ് P ട്രീ എന്ന് പറഞ്ഞാൽ രണ്ട് സെക്ഷൻസ് യൂസ് ചെയ്യുന്നുണ്ട്. അതാണ് ഇവിടെയുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. അത് നമുക്ക് ഈ ഡയഗ്രം നോക്കുമ്പോൾ അറിയാം, ഈ ഒരു സെക്ഷൻ നമ്മുടെ ഡൊമിനോ ലോജിക് തന്നെയാണ് അല്ലേ. നമ്മുടെ PMOS ഉണ്ട്, NMOS ഉണ്ട്, പിന്നെ നമ്മുടെ എന്താണോ ലോജിക് ഫംഗ്ഷൻ ഇംപ്ലിമെന്റേഷൻ ചെയ്ത ഒരു പുൾ ഡൗൺ നെറ്റ്വർക്ക് ഉണ്ട്, ഔട്ട്പുട്ടിലേക്ക് ഒരു സ്റ്റാറ്റിക് ഇൻവേർട്ടറും ഉണ്ട്. ഓക്കെ, കറക്റ്റ് അല്ലേ. അപ്പൊ ഇതിനെയാണ് N ട്രീ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടുത്തെ വർക്കിംഗ് സെയിം തന്നെയാണ് N ട്രീ. ഇനി അടുത്തുള്ളത് എന്താണ്, P ട്രീ എന്നുള്ളൊരു സെക്ഷൻ ഉണ്ട്. ഇതാണ് P ട്രീ എന്നൊരു സെക്ഷൻ ഉണ്ട്. P ട്രീ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ നേരെ റിവേഴ്സ് ആണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് PMOS യൂസ് ചെയ്യുന്നത് ഇവാലുവേഷൻ ഫേസിലേക്കാണ് യൂസ് ചെയ്യുന്നത്. ഇവാലുവേഷൻ ഫേസിലാണ് എന്ത് PMOS യൂസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇവിടെ ക്ലോക്ക് ബാർ കൊടുത്തത്. അപ്പൊ നമുക്കറിയാം ഇവാലുവേഷൻ ഫേസ് എന്ന് വെച്ചാൽ എന്താണ്, ക്ലോക്ക് 1 ആകുമ്പോഴുള്ളതാണ്. ക്ലോക്ക് 1 ആണെങ്കിൽ ക്ലോക്ക് ബാർ എന്തായിരിക്കും, 0 ആയിരിക്കും. അപ്പൊ PMOS ഓൺ ആയിരിക്കും. അങ്ങനെ ഇവാലുവേഷൻ ഫേസിലാണ് എന്ത് വരുന്നത്, PMOS വരുന്നത്. പിന്നെ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ ഇവാലുവേഷൻ ഫേസിലാണല്ലോ നമ്മുടെ ലോജിക് ഇംപ്ലിമെന്റേഷൻ ചെയ്ത ആ നെറ്റ്വർക്ക് കണക്ട് ചെയ്യേണ്ടത്. അത് നമ്മൾ യൂഷ്വലി ഈ പുൾ ഡൗൺ നെറ്റ്വർക്ക് എന്ന് വെച്ചാൽ എന്തായിരുന്നു, ഇത് ഓൺ ആയി കഴിഞ്ഞാൽ ഔട്ട്പുട്ട് ഡിസ്ചാർജ് ആവുകയാണ്. അതുകൊണ്ടാണ് തന്നെ പുൾ ഡൗൺ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. മറ്റൊരു ഇവാലുവേഷൻ ഫേസിൽ എന്താണ്, ഇതിലേക്കാണ് കണക്ട് ആവുന്നത്, VDD-യിലേക്കാണ് കണക്ട് ആവുന്നത്. സോ ദിസ് വൺ ഈസ് നോൺ ആസ് പുൾ അപ്പ് നെറ്റ്വർക്ക്. ഓക്കെ, അപ്പൊ ഈ പുൾ അപ്പ് നെറ്റ്വർക്ക് ഓൺ ആണ്, PMOS ഓൺ ആണെങ്കിൽ ഔട്ട്പുട്ട് എന്താണ് ആവുന്നത്, VDD ആണ് ആവുന്നത്, ഹൈയിലേക്കാണ് പോകുന്നത്. നേരത്തെയുള്ള നമ്മുടെ എൻട്രിയെക്കാട്ട് നേരെ ഓപ്പോസിറ്റ് ആണ്. ഡ്യൂറിങ് ഇവാലുവേഷൻ ഫേസ്, ദാറ്റ് ഈസ് ക്ലോക്ക് 1 ആവുമ്പോൾ എന്താണ്, ക്ലോക്ക് ബാർ 0 ആവും, PMOS ഓൺ ആവും. പിന്നെ പുൾ അപ്പ് നെറ്റ്വർക്കും ഓൺ ആണെങ്കിൽ നമ്മുടെ ഔട്ട്പുട്ട് എന്തിലേക്ക് ചാർജ് ആവും, VDD-യിലേക്ക് ചാർജ് ആവും. ഇനി ക്ലോക്ക് 0 ആവുമ്പോഴാണ് എന്ത്, പ്രീചാർജ് ഫേസ്. ക്ലോക്ക് 0 ആകുമ്പോൾ ക്ലോക്ക് ബാർ 1 ആവും. ക്ലോക്ക് ബാർ 1 ആകുമ്പോൾ നമ്മുടെ NMOS ഓൺ ആവും. NMOS ഓൺ ആകുമ്പോഴത്തേക്ക് എന്തായിരിക്കും, ഇവിടെയുള്ള ഈ ചാർജ് ചെയ്ത വോൾട്ടേജ് എന്താണ്, ഡിസ്ചാർജ് ആണ് ആവുന്നത്, ദാറ്റ് ഈസ് 0-യിലേക്കാണ് പോകുന്നത്. ഓക്കെ, ഇതാണ് ഡിഫറൻസ് വരുന്നത്. ഇങ്ങനെ N ട്രീ P ട്രീ എന്നുള്ള രണ്ട് സെക്ഷൻ ഉണ്ടാവും. അതിൽ N ട്രീയിൽ ഔട്ട്പുട്ട് നേരെ അതർ N ബ്ലോക്കിലേക്കാണ് കൊടുക്കുന്നത്, P ട്രീയുടെ ഔട്ട്പുട്ട് അടുത്ത P ബ്ലോക്കിലേക്കാണ് കൊടുക്കുന്നത്. ഇങ്ങനെ രണ്ടും കൂടെ കമ്പൈൻ ചെയ്ത് വരുന്ന ഡൊമിനോ ലോജിക്കിനാണ് എന്ന് പറയുന്നത് NB ഡൊമിനോ ലോജിക് എന്ന് പറയുന്നത്. സോ ഇൻ P ട്രീ ലോജിക് ഗേറ്റ് PMOS ഡിവൈസ് എന്താണ്, it is used to build a pull-up logic network including PMOS evaluation transistor. ഇനി NMOS എന്ത് ചെയ്യുന്നു, ഡിസ്ചാർജ് ആണ് ചെയ്യുന്നത്. ട്രാൻസിസ്റ്ററിനെ NMOS എന്നാണ് പ്രീ ഡിസ്ചാർജ് ആണ് ചെയ്യുന്നത്. ഔട്ട്പുട്ട് എന്താണ്, ലോ വരും ഡ്യൂറിങ് പ്രീ ചാർജ്. പിന്നെ ഔട്ട്പുട്ട് കണ്ടീഷണലി മേക്ക് 0 to 1 ട്രാൻസിഷൻ ഡ്യൂറിങ് ഇവാലുവേഷൻ ഫേസ് ഡിപ്പെൻഡിങ് അപ്പോൺ ദ ഇൻപുട്ട്. ഇൻപുട്ട് എന്താണോ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇവാലുവേഷൻ ഫേസിൽ ഔട്ട്പുട്ടിൽ എന്തിലേക്കാണ് പോകുന്നത്, VDD-യിലേക്കാണ് പോകുന്നത്. ഇങ്ങനെ N സെക്ഷനും P സെക്ഷനും രണ്ടും കമ്പൈൻ ചെയ്യുന്നതാണ് NB ഡൊമിനോ ലോജിക്. ഇനി ഇവിടെ എന്താണ്, ഔട്ട്പുട്ടിനെ ഒരു ഇൻവേർട്ടറിലേക്ക് കണക്ട് ചെയ്യുന്നു, എന്നിട്ട് അടുത്ത എൻട്രി ഗേറ്റിലേക്ക് കൊടുക്കുന്നു. റീചാർജ് ഫേസിൽ എന്താണ്, ഔട്ട്പുട്ട് VDD-യിലേക്ക് ചാർജ് ആണ് ചെയ്യുന്നത്. ബൈ നമ്മുടെ P ട്രീ ഗേറ്റിലാണെങ്കിൽ എന്താണ്, ഡിസ്ചാർജ് ടു 0 വോൾട്ട് ആണ്. ഇങ്ങനെ ഡിഫറൻസ് വെച്ചിട്ട് എഴുതാം. അപ്പൊ ഇതാണ് ഇത് NB ഡൊമിനോ ലോജിക്. അപ്പൊ രണ്ടിന്റെ NMOSന്റെ PMOSന്റെ രണ്ടിന്റെയും ഫീച്ചേഴ്സ് കമ്പൈൻ ചെയ്ത് വരുന്നതാണ് NB ഡൊമിനോ ലോജിക്. ക്ലാസ്സിൽ ഇൻട്രസ്റ്റ് ആയി തോന്നുന്നു തീർച്ചയായും നിങ്ങളുടെ ഫ്രണ്ട്സിനോടും ഷെയർ ചെയ്യുക. എല്ലാവർക്കും എക്സാമിന് ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഫോർ വാച്ചിങ്.